രണ്ടാനുള്ള തറവാടായിരുന്നു. ഓ ക്ഷയിച്ചു എന്ന് പറഞ്ഞാൽ മതി. ഓ 4 കെട്ടിലും 8 കെട്ടിലൊക്കെ ജീവിച്ച് ശീലമായിട്ട് ഇത്തരത്തിലുള്ള ഒരു വീട്ടിൽ സഹിക്കൊന്നും വയ്യേ. അതിന് പറ്റിയിട്ടുള്ള ഇവിടെ ചെന്ന ആൾക്കാരും എന്താ ചെയ്യാ, ഒരു സമാധാനമില്ല. തനിക്കൊന്നും ഞാനാരാന്ന് ശരിക്കും അറിയില്ല. പേരറിയോന്നല്ല, എന്റെ സ്വഭാവം ശരിക്കും അറിയോന്നാ ഉദ്ദേശിച്ചേ. നീ എന്നെ അങ്ങനെ പാവാക്കണ്ട. പണ്ട് ധാരാളം കൊല്ലും കൊലയുണ്ടായിരുന്ന തറവാടാ അത്. ഇപ്പൊ ഇല്ല, ഇത്തിരി ക്ഷയിച്ചു എന്നേ ഉള്ളൂ. വേണ്ടി വന്ന കൊല്ലു ഞാൻ. നമ്മുടെ കപ്പ തിന്നാൻ വന്ന പെരിച്ചായിനെ അതോ വിഷം വെച്ചിട്ട്? നീ പോടാ കൊരങ്ങ. താൻ അകത്തിരുന്ന് ചരക്കാണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വന്ന് സംസാരിക്ക. ഞാൻ ഇറങ്ങി വരില്ല, എനിക്ക് നല്ല നിശ്ചയുണ്ട്. ഏട്ടൻ എന്നെ പിച്ചാനല്ലേ? എന്തുട്ടാ തിരുമേനി രാവിലെ തന്നെ ചൂടാവുണ്ടല്ലോ. എന്ത് ചെയ്യാ എന്റെ വർഗീസേ, എന്റെ അനിയുണ്ടല്ലോ ആ ശുംഭൻ, അത് ഞാൻ മേടിച്ചു വെച്ച സിഗരറ്റ് പാക്കറ്റ് സിഗരറ്റ് ഇട്ട് കട്ടുവലിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടേന്ന് വെക്കാം. എന്നിട്ടോ ചെയ്തതോ അതിന്റെ ഉള്ളിൽ കാജാബീഡി തിരികെ വെച്ചിരിക്കുന്നു. ഇത് എന്നെ കളിയാക്കാൻ വേണ്ടിട്ട് അവൻ മനഃപൂർവ്വം ചെയ്തതല്ലേ? അനിയൻ തിരുമേനി അങ്ങനെയൊക്കെ ചെയ്യൂ? ന്യൂ ജനറേഷൻ അല്ലേ, അവൻ അതൊക്കെ ചെയ്യും. എനിക്ക് നല്ല ഉറപ്പാ. എന്നിട്ട് അനിയൻ തിരുമേനി എവിടെ? അതിനാ എന്നെ പേടിച്ച അകത്തൊളിച്ചിരിക്കുക. കുരുത്തക്കേട് കാണിച്ച് അകത്തൊളിച്ചിരിക്കുക. ഞാൻ പിടിച്ചോണ്ട് വരാം. വേണ്ട വർഗീസേ, അത് അവിടെ തന്നെ നിന്നോട്ടെ. ഇപ്പൊ ശരിയാക്കിയ ഞാൻ അവനെ പിടിച്ചോണ്ട് വന്ന് മാപ്പ് പറയിപ്പിക്കാം. വേണ്ട വർഗീസേ. എന്താ തിരുമേനി, ഞാൻ അകത്ത് കയറിയ അയിത്താവുന്ന് കരുതിയിട്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, അകത്തായാലും ഒരു ഒലക്കായിട്ടാ നിക്കണേ. ഒലക്കോ? അത് ശരി, അതാണ് തിരുമേനി അകത്തേക്ക് കയറാതെ ഉമ്മർത്തിരുന്ന് വെല്ലുവിളിക്കണല്ലേ? അതെ. അല്ല താനെന്താ പതിവില്ലാണ്ട് ഈ നേരത്തെ? അപ്പൊ തിരുമേനി മറന്നോ ഇന്ന് എന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞത്? ഞാൻ വർഗീസിന്റെ വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഏയ് അങ്ങനെ ആവാൻ തരില്ല. അങ്ങനെ വരാൻ തരണ്ട്. തിരുമേനിയുടെ സഹായത്തിന് 2 ആളെയും വേണമെന്ന് പറഞ്ഞിരുന്നു. ഏയ് അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നോ? ഇന്നലെ ബാറിൽ വെച്ച് നമ്മൾ കണ്ടപ്പോ അതിനെ പറ്റി സംസാരിച്ചല്ലോ. ബാറിൽ വെച്ചോ? ഏയ് അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല വർഗീസേ. അപ്പൊ തിരുമേനിക്ക് ഇന്നലെ പറഞ്ഞൊന്നും ഓർമ്മയില്ല? കള്ള തിരുമേനി താരികയുടെ വിളിക്കണം. ആട്ടിച്ച് തന്റെ കണ്ണ് ഞാൻ പൊട്ടിക്കും. എന്താ വർഗീസേ, എന്താ അങ്ങനെ? ഇതോ ഉണക്ക തിരുമേനി, താൻ ഇന്നലെ കുടിക്കാൻ കാശില്ലാണ്ട് ബാറിന്റെ മുമ്പിൽ കറങ്ങുമ്പോ തനിക്ക് ഞാൻ മദ്യം വാങ്ങി തന്നു. പതുക്കെട്ടോ, അനിയൻ കേൾക്കും. കേൾക്കട്ടോ. അത് കഴിഞ്ഞ് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോ താൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മനോട് പറഞ്ഞു വരാന്ന്, 2 ആളെ സഹായത്തിന് ഏർപ്പാടാക്കാനും. വർഗീസേ പതുക്കെ, നാട്ടുകാർ കേൾക്കും. എനിക്ക് വിഷമമുണ്ടോ നമ്പൂരി? എന്റെ പെണ്ണ് കാലത്തന്നെ തനിക്കും തന്നെ സഹായികൾക്കും തിന്നാനും കുടിക്കാനും സാധനമൊക്കെ വെച്ചുണ്ടാക്കി. താൻ പറഞ്ഞ സാധനമൊക്കെ ഞാൻ വാങ്ങിയും വെച്ചു. 2 ആളെ സഹായത്തിന് വിളിക്കുകയും ചെയ്തു, അവര് വരികയും ചെയ്തു. എന്നിട്ടിപ്പോ തനിക്ക് ഓർമ്മയില്ലാന്നോ? വർഗീസേ അല്ല വർഗീസേട്ടാ, നമ്മൾ ഇന്നലെ കഴിച്ചത് വില കുറഞ്ഞ സാധനല്ലേ, അതിൻ്റെ ഈ ഓർമ്മക്കുറവ്. ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഒരു 1 മിനിറ്റ് ഇവിടെ നിൽക്കുവോ? എന്നാ ഞാൻ എപ്പോ വരാം. നടക്ക. ശ്രദ്ധിച്ചിട്ടോ, ആരെവിടെ വയ്ക്കാം. ശ്രദ്ധിച്ച്